ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. ഇന്ന് രാവിലെ JDU-വിന്റെ യോഗം നടക്കുന്നുണ്ടായിരുന്നു. ആ യോഗത്തിൽ നിതീഷ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. MLA-മാരോട് ഇന്ന് തന്നെ രാജിവെക്കും, അല്പസമയത്തിനകം രാജ്ഭവനിലേക്ക് പോകുമെന്ന്. BJP-യും ഉപാധികൾ വെച്ചിട്ടുണ്ട്. ആദ്യം രാജിവെക്കുക, അതിനുശേഷം ഇന്ത്യയുടെ പിന്തുണയോടുകൂടി പുതിയ ഐക്യ സർക്കാർ രൂപീകരിക്കുക. വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ അടക്കം ഉണ്ടാകും എന്ന വിവരങ്ങളുമാണ് വന്നിരുന്നത്. എന്തായാലും ഇതിനൊക്കെ സ്ഥിരീകരണമായിരിക്കുകയാണ്. മഹാഗഡ്ബന്ധൻ സർക്കാർ വീണിരിക്കുന്നു. ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഈ രാജിക്കത്തുമായി അല്പസമയത്തിനകം നിതീഷ് കുമാർ രാജ്ഭവനിലേക്ക് എത്തും. അതിനുശേഷം ഉടൻ തന്നെ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്ക് നിതീഷ് കുമാർ കടക്കും. BJP പിന്തുണയോടെ വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. നാടകീയമായ ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്താണ് പുതിയ വിവരങ്ങൾ? അവസാന നാടകീയ രംഗങ്ങൾക്ക് അവസാനം കണ്ടിരിക്കുന്നു. നിതീഷ് കുമാർ രാജി ഗവർണർക്ക് നൽകിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് ഈ JDU-ന്റെ നിർണായക യോഗത്തിന് ശേഷം നേതാക്കളെ തന്റെ തീരുമാനം അറിയിച്ച ശേഷം നിതീഷ് കുമാർ രാജ്ഭവൻ, ബീഹാറിലെ പാട്നയിലെ രാജ്ഭവനിലെത്തി ഇപ്പോൾ രാജി നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ നിതീഷ് കുമാർ വീണ്ടും ഒൻപതാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. JP നദ്ദയുടെ സാന്നിധ്യം എന്തായാലും കാണുക. കാരണം അദ്ദേഹം പാട്നയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പം BJP-യുടെ പിന്തുണ കത്ത് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത നീക്കങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് നിതീഷ് കുമാർ. എന്തായാലും വലിയ രാഷ്ട്രീയ ക്ലൈമാക്സിലാണ് ഇപ്പോൾ അവസാനം കണ്ടിരിക്കുന്നത്. അല്പം മുൻപെത്തി നിതീഷ് കുമാർ രാജി നൽകുകയായിരുന്നു. ഈ യോഗത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു താൻ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം. എല്ലാ നേതാക്കളും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഉണ്ടായത്. അതേസമയത്ത് കോൺഗ്രസിൽ ഒരു വെല്ലുവിളി കൂടി ഉയരുന്നുണ്ട്. ഈ 9 MLA-മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ചോദ്യചിഹ്നം നിലനിൽക്കുകയാണ്. 9 MLA-മാരെ നേതാക്കൾക്ക് ബന്ധപ്പെടുവാനാകുന്നില്ല. നേതൃത്വത്തിന് അവരുമായി ഒരു ആശയവിനിമയം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ബീഹാറിലുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ ആ 9 MLA-മാർ BJP-യിലേക്കാണോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ JDU-ന്റെ ആകെ 243 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. JDU കൂടി BJP-ക്കൊപ്പം വരുന്നതോടുകൂടി അത് 122 എന്ന കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എത്തും. സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട്. അതേസമയം RJDക്ക് 79 അംഗങ്ങളാണ്, അംഗബലമാണ് ചർച്ചയുള്ളിലുള്ളത്. അതിൽ കോൺഗ്രസ്, മറ്റ് ഇടത് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് നിന്നാലും ഈ കേവല ഭൂരിപക്ഷം കടക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ RJDക്ക് JDU-യിൽ നിന്ന് MLA-മാരെ ഇതിനകത്തേക്ക് സഖ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ സർക്കാരിനെ നിലനിർത്തുവാൻ കഴിയൂ. എന്തായാലും ആ സാധ്യതകൾ മുന്നിലുണ്ട്. അതിനിടയിലാണ് ഈ നാടകീയ രംഗങ്ങൾക്ക് ഇപ്പോൾ ഒരു അന്ത്യം വന്നിരിക്കുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. BJP-യുമായി ചേർന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം വീണ്ടും 9ാം തവണ ഈ സർക്കാർ രൂപീകരിക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. ഏതാണ്ട് എല്ലാ തരത്തിലുള്ള സൂചനകളും ശരിവെച്ചുകൊണ്ടുള്ള. ശരി, ഇപ്പോൾ പട്നയിൽ നിന്ന് ബൽറാം ചേരുകയാണ് പുതിയ വിവരങ്ങളുമായി. ബൽറാം, ഇപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നിതീഷ് കുമാർ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ രാജിവെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം അറിയിക്കുകയും തുടർന്ന് രാജ്ഭവനിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന സമീപനത്തെക്കാൾ BJP ഒരു നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാജി പ്രഖ്യാപനത്തിന് ശേഷം മാത്രം പിന്തുണക്കത്ത് നൽകും എന്നുള്ളതാണ്. ഇന്നലെ ചേർന്ന യോഗത്തിൽ തന്നെ BJP അംഗങ്ങളിൽ നിന്നും പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് യോഗത്തിൽ നേതൃത്വം എഴുതി വാങ്ങിയിരുന്നു. എന്നാൽ ആ കത്ത് കൈമാറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്നലെ വൈകിട്ട് തന്നെ കത്ത് നൽകണം, ഇന്നലെ 7 മണിയോടെ കത്ത് നൽകണമെന്ന നിബന്ധനയായിരുന്നു നിതീഷ് കുമാർ ആദ്യം മുന്നോട്ട് വച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ ഈ രാജിക്ക് ശേഷം മാത്രം ഈ കത്ത് നൽകാം എന്ന ഒരു നിബന്ധന BJP മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതേസമയം ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കങ്ങൾ RJD ക്യാമ്പിൽ അതീവ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനായുള്ള നീക്കങ്ങൾ, കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ നടന്നു വരുന്നുണ്ട്. ഈ ഏത് തരത്തിലും ഇത് തടസ്സം ഇടുക എന്ന് തന്നെയാണ് RJDക്ക് മുന്നിലുള്ള വഴി എന്നുള്ളത്. അതിനായി പ്രധാനമായും RJD പ്രതീക്ഷ വയ്ക്കുന്നത് സ്പീക്കറിൽ തന്നെയാണ്. നിലവിലെ സ്പീക്കർ
അവധ് ബിഹാരി ചൗധരി സ്പീക്കർ തങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൂടെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ RJDക്കുണ്ട്. എന്തായാലും ഈ നിതീഷ് കുമാർ ആകട്ടെ എന്നാൽ BJPയുടെ പിന്തുണ ഉറപ്പാക്കി ഇരിക്കുന്നു. അദ്ദേഹം ഇന്ന് വൈകിട്ട് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന നിബന്ധന നേരത്തെ തന്നെ BJP മുന്നോട്ട് വച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി നിതീഷ് തുടരും. 2 ഉപമുഖ്യമന്ത്രിമാർ, നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രി രേണുദേവി, ഒപ്പം തന്നെ BJPയിൽ നിതീഷ് കുമാറിന് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും വിശ്വസ്തനായ സുശീൽ കുമാർ മോഡിയും ഉപമുഖ്യമന്ത്രിയായി എത്തുന്നു എന്നുള്ളതാണ്. 18 മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നാടകീയമായ ഒരു നീക്കം 18 മാസങ്ങൾക്കകം ഉണ്ടായിരിക്കുന്നു. NDA സഖ്യം തകർത്ത് മഹാസഖ്യത്തിലേക്ക് വീണ്ടും പോയി 18 മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതാ വീണ്ടും നിതീഷ് കുമാർ NDAയിലേക്ക് മടങ്ങുകയാണ്. പ്രധാനമായും ഇതിന് കാരണമായി മാറിയത് ഇന്ത്യ സഖ്യത്തിനുള്ളിലുണ്ടായ അസ്വാരസ്യങ്ങൾ തന്നെയാണ് എന്നാണ് JDU വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നിതീഷിന് ഏറെ പ്രതീക്ഷ ഈ സഖ്യത്തിൽ ഉണ്ടായിരുന്നു. താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് അല്ലെങ്കിൽ ഈ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തി കാണിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു നിതീഷ് കുമാർ ഈ സഖ്യത്തിനായി മുൻകൈയെടുത്തതും കോൺഗ്രസ് നേതൃത്വവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്തത്. എന്നാൽ അത്തരത്തിലേക്ക് ഉണ്ടായിരുന്നില്ല. പാടെ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് JDU വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന യോഗത്തിൽ നിതീഷിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ഈ NDAയുടെ കൺവീനറായി നിതീഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നു എങ്കിൽ പോലും മമതാ ബാനർജിയുടെ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രം പ്രഖ്യാപിച്ചാൽ മതി എന്ന രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അത് നിതീഷ് കുമാറിന് തന്നെ അപമാനിക്കുന്നതായി തന്നെ തോന്നി. തന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വന്നില്ല. കൺവീനർ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മറ്റൊരു സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ സമ്മതം കൂടി വാങ്ങിയ ശേഷം മാത്രമേ തന്റെ പേര് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന തരത്തിലുള്ള ഒരു നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്നാണ്. ഈ കൃത്യസമയത്ത് തന്നെ BJPയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതും നിർണായകമാണ്. ഈ ഒരാഴ്ച മുമ്പ് പോലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് നിതീഷ് കുമാറിന് മുന്നിൽ ഈ NDAയുടെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് BJPക്ക് മുന്നിൽ ഇത്തരത്തിൽ നിതീഷുമായി വീണ്ടും ചേരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഇടയാക്കിയതും. നിതീഷ് കുമാറുമായി ചേർന്നാൽ ഈ സംസ്ഥാനത്ത് പരമാവധി സീറ്റുകൾ ഉറപ്പാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ BJPക്കുണ്ട്. നിലവിൽ HM-ഉം BJPയും മാത്രമാണ് ഈ NDAയിൽ ബീഹാർ NDAയിൽ ഉള്ളത്. ആ ഒരു സാധ്യതയേക്കാൾ കൂടുതൽ നിതീഷിന്റെ വോട്ടുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പരമാവധി ജയം ഉറപ്പാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 400+ എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. നിലവിൽ ഉള്ള സീറ്റുകളെക്കാൾ 50 സീറ്റുകൾ കൂടി കൂടുതൽ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ബീഹാറിലെ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം വെച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രധാന ലക്ഷ്യമാക്കി തന്നെയാണ് BJP ഇത്തരത്തിലൊരു സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ നിതീഷുമായി വീണ്ടും കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. അതിന് സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും പലതവണ ആശയവിനിമയം നടത്തി മാനസികമായി സംസ്ഥാന നേതൃത്വത്തെ അതിന് തയ്യാറെടുപ്പിച്ചത് ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള നീക്കം കൃത്യമായി തന്നെ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ് BJPക്കുള്ളത്. എന്നാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിന് പിന്തുണയില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവത്തോടെ BJP നേതൃത്വം കാണുന്നത്. അത് മനസ്സിലാക്കി തന്നെയാണ് രാജിവെച്ച ശേഷം മാത്രം പിന്തുണ കത്ത് എന്ന ഒരു ഉപാധിയിലേക്ക് BJP നേതൃത്വം പോയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണു. ബൽറാം, ഇപ്പോ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയാണ്. മഹാഗഡ്ബന്ധനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിതീഷ് കുമാറിന്റെ ഈ നിലപാട് മൂലം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കാര്യക്ഷമമായി ഈ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാകാതിരിക്കാൻ മുൻകരുതലെടുത്തില്ല, ഇടപെടൽ നടത്തിയില്ല എന്ന് കരുതണോ?
വേണു, ഇന്ത്യ മുന്നണിയെ തന്നെയാണ് ഇത് ഏറ്റവും കടുത്ത തോതിൽ ബാധിക്കുക എന്നുള്ളത്. കാരണം ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷികൾ രണ്ടു പേരാണ് ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ സഖ്യത്തിന്റെ ഭാഗമല്ലാതായി മാറുന്നത്. മമതാ ബാനർജി ബംഗാളിൽ സഖ്യമില്ലെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ദേശീയ തലത്തിലെ സഖ്യത്തിന്റെ കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം എന്നാണ് മമത അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും അന്വയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ സഖ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ഈ സഖ്യത്തിന്റെ തന്നെ ശില്പിയായി മുന്നിൽ നിന്നിരുന്ന നിതീഷ് കുമാർ സഖ്യം തന്നെ വിട്ട് NDA പക്ഷത്തേക്ക് മറുപക്ഷത്തേക്ക് അദ്ദേഹം ചേക്കേറിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നിതീഷ് കുമാർ എന്ന മുതിർന്ന ഒരു നേതാവ് മുൻകൈയെടുത്ത് അദ്ദേഹം ഈ മറ്റു പാർട്ടികളെ എല്ലാം ഏകോപിപ്പിച്ച് മുന്നിൽ നിന്നപ്പോഴും അദ്ദേഹത്തിന് അർഹമായ പരിഗണന അദ്ദേഹത്തിന് നൽകുകയുണ്ടായില്ല. ഒപ്പം തന്നെ ഈ ബീഹാറിലെ സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. JDU കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ പലതവണ സീറ്റുകൾ സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനത്തിൽ എത്തണം എന്നും അത് ദേശീയ തലത്തിൽ തന്നെ അത് ഉറപ്പാക്കിയ ശേഷം പ്രചരണവുമായി മുന്നോട്ടു പോകണം എന്ന് JDU നേതൃത്വം പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. JDUവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ 3 പ്രധാന പാർട്ടികൾ ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഈ ബീഹാറിൽ മത്സരിക്കേണ്ടത്. കോൺഗ്രസ്, ഒപ്പം തന്നെ RJD, കൂടാതെയാണ് JDUവിന്റെ സീറ്റുകൾ. ഇത് ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ RJDക്കും ഒപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിൽ ഏറെ വേരോട്ടമുള്ള പാരമ്പര്യമുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസും സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത സാഹചര്യം. അപ്പോൾ JDUവിന് തന്നെ സീറ്റുകൾ കഴിഞ്ഞ തവണ BJPക്കൊപ്പം ചേർന്ന് മത്സരിച്ചത്ര സീറ്റുകളിൽ മത്സരിക്കാൻ ഇത്തവണ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. BJP കടുത്ത മത്സരം ഒരുക്കും. അതുകൊണ്ട് തന്നെ എത്ര സീറ്റുകൾ വിജയിച്ചു വരാൻ കഴിയും എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ JDUവിന് സന്ദേഹമുണ്ടായിരുന്നു. എന്നാൽ BJPക്കൊപ്പം ആണെങ്കിൽ നേരത്തെ മുൻ മത്സരിച്ച അത്രയും സീറ്റുകൾ തന്നെ മത്സരിക്കാം. ജയസാധ്യത BJP കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഭരണം മാറുന്നതോടുകൂടി സംസ്ഥാനത്തിലെയും ഭരണത്തിന്റെ ആനുകൂല്യം പ്രചരണത്തിലും ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിഗണിക്കുമ്പോൾ JDUവിനും നേട്ടം ഇത്തരത്തിൽ BJPക്കൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കുക അല്ലെങ്കിൽ NDAയിലേക്ക് മടങ്ങിയെത്തുന്നത് തന്നെയാണ്. ഇത് ഏറ്റവും ക്ഷീണിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ തന്നെയാണ്. ബീഹാറിലെ സീറ്റുകളുടെ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഈ ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു ആശയത്തിന്റെ ഒരു ഫലം തന്നെ ചോർത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കുന്നു. സഖ്യത്തിനു വേണ്ടി മുൻകൈയെടുത്ത മുന്നിൽ നിന്ന നേതാവ് തന്നെ സഖ്യം ഉപേക്ഷിച്ച് മറുചേരിയിൽ എത്തുന്നു. മുഖ്യമന്ത്രിയായി അദ്ദേഹം വീണ്ടും തുടരുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ്. BJP അത്തരത്തിൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജയിച്ചു കഴിയുന്ന ഒരു സാഹചര്യവും ഇതിലൂടെ ഉരുത്തിരിയുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഇത് മറ്റിടങ്ങളിലും ഗുണം ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിൽ തങ്ങളെ വിട്ടുപോയ പാർട്ടികൾ മടങ്ങിയെത്തുന്നു എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനെ കൂടാതെ വലിയ പാർട്ടികളായി DMKയും സമാജ്വാദി പാർട്ടിയും മാത്രമാണ് ഉള്ളത്. സമാജ്വാദി പാർട്ടിയാകട്ടെ ഉത്തർപ്രദേശിൽ 11 സീറ്റുകൾ എന്നുള്ളതാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനം കോൺഗ്രസിന് മുന്നിൽ. അത് അംഗീകരിക്കാൻ കോൺഗ്രസും തയ്യാറായിട്ടില്ല. നിലവിലുള്ള പാർട്ടികൾ തമ്മിൽ പോലും ഇപ്പോഴും സീറ്റ് ധാരണ സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാ പാർട്ടികൾക്കും തൃപ്തികരമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോലും ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനൊപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നത്. ഒരു ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു രാഹുൽ ഗാന്ധി ന്യായ് യാത്രയിലൂടെ. എന്നാൽ ആ ന്യായ് യാത്ര എത്തുന്ന ഘട്ടങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും മുന്നണികൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടികൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം BJP നിരയിൽ നിന്നുയർന്ന വിമർശനം എന്ന് തന്നെ. രാഹുൽ ഗാന്ധി നടത്തുന്നത് ഭാരത് ജോഡോ യാത്രയല്ല, ഇന്ത്യ തോഡോ യാത്രയാണ് എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന യാത്രയാണ് എന്നുള്ളതാണ്. ബംഗാളിലേക്ക് എത്തുന്നതിന് തലേന്നാണ് മമതാ ബാനർജി താൻ സഖ്യത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ല, ബംഗാളിൽ സഖ്യമില്ല എന്ന് പ്രഖ്യാപിച്ചത്. സമാനമായി തന്നെ അടുത്ത ദിവസം ബീഹാറിലേക്ക് യാത്ര എത്താനിരിക്കെയാണ് ഇത്തരത്തിൽ മുന്നണി തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മറിച്ച് ഈ ഇന്ത്യ മുന്നണിക്ക് മുൻകൈയെടുത്ത നിതീഷ് കുമാർ മറുപക്ഷത്തേക്ക് NDAയിലേക്ക് എത്തിയിരിക്കുന്നു. NDAയുടെ സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ മാറുകയാണ്. ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു
സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായി നിൽക്കുകയാണ്. വീണ്ടും ഒരു 2020 പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ രണ്ടാം രാജിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഒരു 5 വർഷ കാലാവധിയുള്ള ഒരു സർക്കാരിന്റെ കാലാവധി നിതീഷ് കുമാറിന്റെ വാഹനമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം രാജ്ഭവനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, രാജി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. നേരത്തെ തന്നെ ഈ കാര്യത്തിൽ രാജ്ഭവനിൽ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പോലും രാജ്ഭവൻ സെക്രട്ടേറിയറ്റിനോട് അവധിയിൽ പോകരുത് എന്നും ആവശ്യമായ തയ്യാറെടുപ്പുകൾ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇന്നലെ രാത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താൻ ബീഹാറിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ എത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ പിന്നണിയിലെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിതീഷ് കുമാർ അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ നിന്നും നേരെ വസതിയിലേക്കാണ് മടങ്ങുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിതീഷ് കുമാർ രാജി വച്ചിരിക്കുന്നു, ഗവർണറെ കണ്ട് രാജി വെച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന 2 പോംവഴികളിൽ ഒന്ന് രാജിവെക്കുക എന്നുള്ളതും മറ്റൊന്ന് ഈ JDUവിന്റെ മുഴുവൻ പിന്തുണയില്ലാത്ത ഒരു സാഹചര്യത്തിൽ RJD അംഗങ്ങളെ പുറത്താക്കുക എന്നുള്ള, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു തന്ത്രവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ രാജി എന്ന നീക്കം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. ഗവർണറെ കണ്ട് രാജി അദ്ദേഹം കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒപ്പമുള്ള നേതാക്കളും മടങ്ങുകയാണ്. തൻ്റെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ BJPയുടെ ഉറച്ച പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഏത് സാഹചര്യം വന്നാലും നേരിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നത് തന്നെ പ്രധാനമായും മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ മടങ്ങുകയാണ്.